നന്ദഗോപനിലേക്ക് പോവുകയാണ്. നന്ദഗോപൻ, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം. നമ്പ്യാർ, അതായത് ഈ വിമാനത്തിൽ എൻജിൻ പാർട്സിലേക്ക് മാത്രം ഈ ബേഡ്സ്, അതായത് പക്ഷികൾ വന്ന് കയറി അപകടം ഉണ്ടാകണം എന്നുള്ളതല്ല, മറ്റ് വിൻഷീൽഡ് അടക്കമുള്ള ഭാഗങ്ങളിലേക്ക്, അതായത് വിമാനത്തിൻ്റെ മുമ്പിലെ ഗ്ലാസ്സിലേക്ക് വന്ന് ഈ ബേഡ് ഹിറ്റ് ചെയ്താലും ഈ ഇത്തരം പക്ഷികൾ വന്ന് ഇടിച്ചാലും വലിയ അപകടങ്ങൾക്കാണ് സാധ്യത. അത് ആ വിൻഷീൽഡ് തകരുകയും ഈ എയർക്രാഫ്റ്റിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിനു പുറമെ മറ്റൊരു സാധ്യതയുള്ളത് എയർക്രാഫ്റ്റിൻ്റെ നമുക്കറിയാം വിങ്സിലാണ് മുഴുവൻ ഫ്യൂവലും വെച്ചിട്ടുള്ളത്. വിങ്സിൽ ഒരു വലിയ ആഘാതങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഉണ്ടായാൽ അതും വലിയ തീപിടുത്തത്തിലേക്ക് നയിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ഈ പക്ഷി എഞ്ചിനിൽ മാത്രം കയറി അപകടം ഉണ്ടാകുക എന്നുള്ളതല്ല, ഈ പക്ഷി വിമാനത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ ഇടിച്ചാലും അത് വലിയ അപകടമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ നമുക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നമുക്കറിയാം, നമ്മൾ ജനം ടി വി തന്നെ പലതവണ വാർത്ത ചെയ്തതാണ്, ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ ഈ സമീപത്ത് എയർപോർട്ടിൻ്റെ സമീപങ്ങളിൽ കൊണ്ട് നിക്ഷേപിക്കുകയും അവിടെ വലിയ ഇത്തരത്തിൽ പക്ഷികളുടെ വലിയ സാന്നിധ്യം, വലിയ കൂട്ടമുണ്ടാകുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അത് വലിയ അപകടത്തിലേക്ക് നയിക്കും, അല്ലെങ്കിൽ ഭാവിയിലും അത് വലിയ അപകടമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഈ വിമാനങ്ങൾ ലാൻഡ് ചെയ്യുകയും അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യുന്നതും സമയത്ത് അവിടുത്തെ ഉദ്യോഗസ്ഥർ പ്രത്യേകം ഈ പക്ഷികളെ ഓടിക്കാൻ വേണ്ടി വെടിയുതിർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണ് ഈ ലാൻഡിംഗ് സമയത്തും ടേക്ക് ഓഫ് സമയത്തും താൽക്കാലികമായി ഈ എയർപോർട്ടിൻ്റെ പരിസരങ്ങളിൽ നിന്നും ഈ പക്ഷികളെ ഒഴിച്ചു നിർത്തുന്നത്. അല്ലാത്ത സമയങ്ങളിൽ ഈ പക്ഷികളുടെ ഒരു സാന്നിധ്യം ഈ എയർപോർട്ട് മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ്. അത് തിരുവനന്തപുരത്ത് അടക്കം അത് വലിയ അപകടങ്ങളിലേക്ക് വഴിവെക്കുവാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ളത്. അവിടെ വലിയ ഈ അറവ് മാലിന്യങ്ങൾ കൊണ്ടിട്ട് തിരുവനന്തപുരത്ത് എയർപോർട്ടിൻ്റെ പരിസരങ്ങളിലാകെ പക്ഷികളുടെ വലിയ കൂട്ടം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും ഈ ഒരു അപകടം പക്ഷികളുടെ ബേഡ് ഹിറ്റ് ആണോ എന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കാറായിട്ടില്ല, എഞ്ചിൻ ഫെയിലിയർ ആണോ എന്നുള്ളതും സ്ഥിരീകരിക്കാറായിട്ടില്ല. ഇത് അന്വേഷണ ഘട്ടത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഈ കാരണം കൊണ്ടാണ് അപകടമുണ്ടായത് എന്നുള്ള സൂചനകൾ പോലും നൽകുവാനുള്ള ഒരു പ്രാഥമിക എവിഡൻസ് പോലും നമുക്കിപ്പോൾ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഏവിയേഷൻ എക്സ്പെർട്ട് അടക്കം സൂചിപ്പിച്ച പോലെ തന്നെ ബ്ലാക്ക് ബോക്സ് ലഭ്യമാകുന്നതോടുകൂടി ഏതാണ്ട് 90% ദുരൂഹതകളും നീങ്ങിക്കിട്ടും. എന്താണ് ഈ അപകടത്തിന് വഴിവെച്ചത്, എന്താണ് ഈ അപകടത്തിന് കാരണം എന്നുള്ളത് ഈ ബ്ലാക്ക് ബോക്സ് ലഭിക്കുന്നതോടുകൂടി അത് നമുക്ക് ലഭ്യമാകും. ഈ വിമാനം പൂർണ്ണമായും പൊട്ടിത്തെറിച്ചാലും ബ്ലാക്ക് ബോക്സ് ഒരു കാരണവശാലും നഷ്ടപ്പെടില്ല. അത് സുരക്ഷിതമായി തന്നെ ഈ വിമാന ആക്സിഡൻറ്റ് നടന്ന പരിസര മേഖലകളിൽ ഉണ്ടാകും. അത് കണ്ടെത്തിയാൽ അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് ആദ്യ പ്രൊസീജിയർ. അതിനകത്തുള്ള ടേപ്പിംഗ് ആൻഡ് റെക്കോർഡിംഗ് മുഴുവൻ നമുക്ക് അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്താണ് കോക്പിറ്റിൽ ഈ പൈലറ്റുമാർ തമ്മിൽ നടത്തിയ സംഭാഷണം എന്നുള്ളത്. അതിലൂടെ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ 90% ദുരൂഹതകളും ഒഴിഞ്ഞു കിട്ടുകയും എന്താണ് അപകടത്തിലേക്ക് വഴിവെച്ചത്, എഞ്ചിൻ ഫെയിലുവർ ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഭവങ്ങളാണോ എന്നതടക്കം നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. നമ്പ്യാർ.